അങ്ങനെ ചായ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഇനി കോഫി ഉണ്ടാക്കല. എനിക്കുള്ള കോഫി ഇപ്പം ഈ പോട്ട് വിചാരിക്കുന്നതാണ്, ഇങ്ങനെ തീരുമ്പം പണി തരാൻ ഞാൻ എന്നാ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമൊന്നുമല്ലേ, എന്തോരം കാപ്പിയും ചായ ഒരു ദിവസം തിളപ്പിക്കുന്നത്. പിന്നെ ജസ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇഡലി ഉണ്ടാക്കി, 5 ഇഡലി ഉണ്ടാക്കി. ഇനി 5 കൊണ്ട് തികഞ്ഞില്ല എന്നെ ഒന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. പിന്നെ എനിക്കുള്ള ഏത്തപ്പഴം ഉണ്ടാക്കി. പിന്നെ ജസ്റ്റിക്ക് ഇഡലിക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ എനിക്കൊരു സംശയം, 5 എണ്ണം കഴിച്ചിട്ട് വിശപ്പ് പോയില്ലെങ്കിലോ, പിന്നെ ഒരു 4 ഇഡലിയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് 4 ഇഡലിയും കൂടെ ഉണ്ടാക്കി. തീർന്നു. അടുക്കള ഇതോടെ നമ്മൾ അടയ്ക്കുവാണ്. ഇനി ഏതെങ്കിലും പട്ടി കടിക്കാൻ ഓടിച്ചാൽ പോലും ഞാൻ ഈ അടുക്കളയുടെ 7 അയലോക്കത്ത് വരികയല്ല. ഇനി എന്നാ നേരെ കട്ടിലോട്ട്. കൊച്ചിനെ വിട്ടു, ഞാനും പോന്നു. ഇനിയിപ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ. രാവിലെ കുടിച്ചില്ലേ? കുടിച്ചു. ഇഡലി കഴിച്ചായിരുന്നോ? ചായ കുടിച്ചായിരുന്നോ? ഇനി വേറെ പണിയൊന്നുമില്ലല്ലോ. ശരി, ബൈ. അപ്പൊ വൈകുന്നേരം കാണാം. ബൈ. വൈകുന്നേരം ഉച്ച കഴിഞ്ഞ്. ഇന്ന് വെള്ളിയാഴ്ചയാണോ? ഇന്ന് ഫ്രൈഡേ അല്ലേ? ഇന്നസെന്റ് വെക്കുന്ന നീയൊക്കെ എന്തിനാ പോകുന്നത്? ഓ, അപ്പൊ വലിയ ഉറക്കത്തിന് പ്രതീക്ഷയില്ല, ചാൻസ് ഇല്ല. അങ്ങനെ ജസ്റ്റ് ഓഫീസിലേക്ക്. ഇനി എന്താ, ഇനി കട്ടിലേ കയറുക, ഉറങ്ങുക. എത്ര ദിവസമായെന്നറിയോ പകലൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട്. പക്ഷെ കട്ടിലേ കയറിയപ്പോഴറിഞ്ഞ് ഇന്ന് ഫ്രൈഡേ ആണെന്ന്. പോയതിനേക്കാളും സ്പീഡിൽ ആ കുഞ്ഞു കുരുപ്പില്ലേ, അതിപ്പോൾ വീട്ടിൽ വരും. അതുകൊണ്ട് വലിയ ഉറക്കത്തിന് ഹോപ്പൊന്നുമില്ല. അപ്പം ശരി, പോയിട്ട് വരാം.